മതം ശാസ്ത്രീയ അടിസ്ഥിതമാണ് എന്ന് അവകാശപ്പെടുന്നു. ഇത് എത്രത്തോളം സത്യമാണ്? മതവും ശാസ്ത്രവും തമ്മിൽ ബന്ധമുണ്ടോ? അല്ലെങ്കിൽ അവ വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്? വാസ്തവം ഇത് അന്വേഷിക്കുകയാണ്. സമ്പന്നമായ ഒരു വേദിയെയും സദസ്സിനെയുമാണ് ഇന്ന് വാസ്തവത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവഗുണങ്ങൾ സത്യമല്ല, അല്ലെങ്കിൽ ദൈവമില്ല, അങ്ങനെ ഒരു ബോധമില്ലാത്ത അങ്ങനെയൊക്കെ പറയുകയുണ്ടായി. ഇത് എത്രത്തോളം ന്യായീകരിക്കാനാവും? യഥാർത്ഥത്തിൽ അദ്ദേഹം പലതും കൂട്ടിച്ചേർത്തിട്ട് അടിച്ചു വിട്ടിരിക്കുന്നത്. ബോധം എന്താണ്, അവയർനെസ് എന്താണ്, കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളതെല്ലാം ഇന്ന് അൾട്രാ മോഡേൺ ഫിസിക്സിൻ്റെ ഭാഷയാണ്. അതായത് ഞാൻ അംഗീകരിക്കുന്നില്ല ഗോപാലകൃഷ്ണൻ തെറ്റായിട്ടുള്ളത് പറഞ്ഞതിനെ തെറ്റായിട്ടുള്ളതിലൂടെ പറഞ്ഞു. ഒരു വസ്തുത മനസ്സിലാക്കാൻ ഒരു തുറന്ന മനസ്സുണ്ടാവണം. 1932 ആറ്റമിക് സ്ട്രക്ചർ അല്ല 35 ഷ്രൂഡിഞ്ചറുടെ ആറ്റമിക് സ്ട്രക്ചർ, 37 മാക്സ് പ്ലാങ്ക് പറഞ്ഞ ആറ്റമിക് സ്ട്രക്ചർ അല്ല, 48 യുക്കാവ പറഞ്ഞത് അതല്ല, 1983 ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ ഉപയോഗിച്ചാൽ നമ്മളുടെ അമേരിക്കയിലെ ശരീരം മൊത്തം പാരാലിസിസ് വന്ന് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെത്. ഈ കഴിഞ്ഞ വർഷം പ്രൊഫസർ ഗ്രീൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും പ്രൊഫസർ ഗ്രീൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെയും സ്ട്രിംഗ് തിയറി എന്ന ആറ്റമിക് സ്ട്രക്ചർ വരുന്നത് വരെ ഈ 2000 വരെ പറഞ്ഞിരിക്കുന്ന ആറ്റമിക് സ്ട്രക്ചർ ഒന്നുമല്ല ഇപ്പോഴത്തെ ആറ്റമിക് സ്ട്രക്ചർ. അപ്പം ശാസ്ത്രം പെർമനൻ്റ് ആണെന്നും ഈ ധാരണയും വരട്ടുവാദമൊന്നുമല്ല. ഗോപാലകൃഷ്ണൻ ബയോകെമിസ്ട്രി ഉപയോഗിച്ച് പറഞ്ഞു എങ്കിൽ എൻ്റെ മുമ്പിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പത്തിന് ബയോകെമിസ്ട്രി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ബയോകെമിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ മതം കൊണ്ടുവന്നതോ മതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ബയോകെമിസ്ട്രി കൊണ്ടുവന്നതോ അല്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും വാസ്തവം എന്ന പരിപാടിയിൽ 22 മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം തീർന്നില്ലേ? ആർക്ക് എന്ത് നേടാനാ ഈ സപ്പോർട്ട് ചെയ്യാൻ? വസ്തുതകൾ മനസ്സിലാക്കാനുള്ളൊരു ആത്മാവ് എന്താണ്, ജീവൻ എന്താണ്, ഇതിന് ഇന്ന് ലഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചേ പറയാൻ സാധിക്കുള്ളൂ. പിന്നെ അദ്ദേഹം പറയേണ്ടായി മനുഷ്യന് വികസിച്ച ഒരിതുണ്ട്, ചിലത് മനുഷ്യനിൽ വികസിച്ചിട്ടില്ല. ചെവി വാവലിൻ്റെ അത്രയും വികസിച്ചിട്ടില്ല, ചീറ്റ പുലിയുടെ അത്രയും നമ്മുടെ മസിൽ വികസിച്ചിട്ടില്ല, പൂച്ചയുടെ കണ്ണ് മാതിരി മനുഷ്യന്റെ കണ്ണ് വികസിച്ചിട്ടില്ല. മനുഷ്യന് ചിലത് വികസിച്ചു, മറ്റുള്ള ജന്തുക്കൾക്ക് മറ്റു ചിലത് വികസിച്ചിട്ടില്ല. നമ്മുടെ ബുദ്ധി വികസിച്ചിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് സത്യത്തിലേക്കുള്ള പ്രയാണം നടത്തുമ്പോൾ ഇന്നലെ പറഞ്ഞത് ശാസ്ത്രമാണെങ്കിലും അത് പ്യുവർലി സത്യമാവണമെന്നില്ല. മാറിക്കൊണ്ടേയിരിക്കുന്നു, അസാധാരണമാം വിധം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റം പ്രകൃതി നിയമമാണ്. ഇതെല്ലാം അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി കൂടി യുക്തിവാദികൾ വേണമെങ്കിൽ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രമേ. അതിനെക്കുറിച്ച് എനിക്കൊരു വാദമുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചത് ഞങ്ങൾ ശാസ്ത്രത്തിൽ ആത്യന്തിക സിദ്ധാന്തങ്ങളില്ല എന്നാണ്. അത് 100% ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ നാസ്തികന്മാരെന്ന് സ്വയം വിളിക്കുന്നില്ല. യുക്തിവാദത്തിൻ്റെ നിലപാട് ശാസ്ത്രത്തിൻ്റെ മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിലപാടുകളിൽ തിരുത്താനുള്ള നിലപാടുകൾക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിലെ ഏത് സിദ്ധാന്തപരമായ പരിവർത്തനത്തെയും അത് വസ്തുനിഷ്ഠമാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ അംഗീകരിക്കാൻ എനിക്കൊരു വിഷമമില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ ബയോകെമിക്കൽ ആറ്റത്തിൻ്റെ ഏറ്റവും മോഡേൺ അവസ്ഥയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ സാമാന്യ ജനതയുടെ സാധാരണ കോൺഷ്യസിനെ ബാധിക്കുന്നില്ല. ഈ സാധാരണ കോൺഷ്യസും ജീവപ്രതിഭാസത്തെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതാകട്ടെ നമ്മുടെ 10ാം തരം കുട്ടിയുടെ വിദ്യാഭ്യാസ വിജ്ഞാന മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധാരണ കാര്യമാണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ അംഗീകരിക്കുന്ന കാര്യങ്ങളെ അവ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോഡേൺ ആറ്റോമിക് സയൻസിലെ മാറ്റങ്ങളെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശാസ്ത്രത്തിൽ ആത്യന്തിക സത്യമില്ല, അത് അംഗീകരിക്കാൻ യുക്തിവാദികൾക്ക് സാധ്യമാണ്. എന്നാൽ മതക്കാരുടെ സ്ഥിതി അതല്ല. അതിൽ മതദർശനങ്ങളിൽ ഒന്നും മാറ്റം വരുത്താൻ ഒരു മതക്കാരനും തയ്യാറല്ല. മാറ്റമില്ലാത്തതിൻ്റെ തത്വശാസ്ത്രമാണ് മതമെങ്കിൽ മാറ്റത്തിൻ്റെ തത്വശാസ്ത്രമാണ് ശാസ്ത്രം എന്നത് ഒരു വസ്തുതയാണ്. യുക്തിവാദികൾ അതിനെ അംഗീകരിക്കുന്നു. മതത്തെയോ ഈശ്വരനെയോ നമ്മൾ എത്ര തള്ളി പറഞ്ഞാൽ കൂടി പലപ്പോഴും മതം നമ്മളുടെ ജനങ്ങളിൽ തരുന്ന ഒരു സംസ്കാരമല്ലേ. ഇപ്പം ഇസ്ലാം ആണെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് പലപ്പോഴും എടുത്തു പറയാറുണ്ട്. ബഹുമാനിക്കപ്പെടണം. ചരിത്രത്തിൽ ഇസ്ലാം സ്ത്രീയെ ബഹുമാനിച്ചിട്ടില്ല. ബഹുമാനിക്കാൻ ഇല്ലെങ്കിൽ അതിൽ അവരൊരു സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സ്ത്രീയെ അങ്ങനെ അടുക്കളക്കകത്ത് മാത്രം ഒതുക്കി അങ്ങനെ വാഴക്കൊല പോലെ മൂടിക്കെട്ടി നടക്കാമെന്നൊരു സംസ്കാരം കൊണ്ടുവരുന്നുണ്ട്. എവിടെ പർദാ സമ്പ്രദായം കൂടിക്കൊണ്ടിരിക്കില്ലേ? ഇപ്പൊ കുറച്ചാളുകളെ ഇടുന്നുള്ളൂ. കുറച്ചാളുകളെ ഇടുന്നുള്ളൂ. അല്ലല്ല, സ്ത്രീകൾ സമര രംഗത്തിറങ്ങി. അതുകൊണ്ടാണ് ഇവിടെ ബനാസിർ ഭൂട്ടൊക്കെ പ്രധാനമന്ത്രി ആവേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നത്. അവർ അടുക്കളയിൽ കിടന്നെങ്കിൽ അത് വരില്ല. ഇവിടെ പറഞ്ഞല്ലോ, കലാധരൻ സാർ പറഞ്ഞു ദൈവം എന്ന് പറഞ്ഞ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു. ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ശുദ്ധാബദ്ധമാണ്. കാരണം ഈശ്വരൻ എന്ന ഒരു അദൃശ്യ ശക്തി ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്.
ലോകത്ത് ISROയിലെ ശാസ്ത്രന്മാരെ കഴിഞ്ഞിട്ട് അല്ലല്ല തീർന്നില്ല ലോകത്ത് ഞാൻ പറഞ്ഞു തരട്ടെ, ലോകത്ത് ISROയിലെ ശാസ്ത്രജ്ഞന്മാരെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുണ്ട്. അവര് പോലും ഇപ്പൊ ചന്ദ്രയാൻ വിട്ടിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ മതവും ശാസ്ത്രവും രണ്ടും രണ്ട് തന്നെയാണ്, അതിനെ നിഷേധിക്കാക്കൂല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോടെ എന്റെ ഒരു പ്രതികരണം പറയാം. ദൈവം ഇല്ല എന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ ഗുണവിശേഷം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ദൈവം ഇല്ല എന്നുള്ളതിന് താത്വികമായ ഒരു നിലപാടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി താങ്കൾക്ക് മനസ്സിലാകുന്ന പച്ച മലയാളത്തിലുള്ള നാടൻ ഉത്തരം ഞാൻ പറയാം. ഈ സുനാമി വന്നു, 3 ലക്ഷം ആളുകളാണ് വീണ് മരിച്ചത്. സുനാമിക്ക് കാരണം ഭൂകമ്പമാണ്. ഭൂകമ്പം ഉണ്ടാക്കുന്നത് അവനാണെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂകമ്പം ഉണ്ടാക്കി 3 ലക്ഷം ഭക്തന്മാരെ കൊന്നൊടുക്കിയ ആ ദൈവം ഉണ്ടെങ്കിൽ തന്നെ അവനെ കല്ലെറിയണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്തരം ദൈവങ്ങളെ ഞാൻ മാനിക്കുന്നില്ല. മാത്രമല്ല ഒറീസയിൽ ആരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ദൈവം അവിടെ ക്രിസ്തു ഒറീസയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? കൃഷ്ണനും. നമുക്ക് ഗോപാലകൃഷ്ണൻ സാറിന്റെ അഭിപ്രായത്തിലേക്കും കൂടെ വരാം. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദൈവം ഉണ്ട്. ദൈവത്തിന്റെ 2 രൂപങ്ങളാണ് ശാസ്ത്രവും മതവും. ദൈവം സാമൂഹികമായിട്ട് എവിടെ അടിച്ചമർത്തലുകളോ പ്രശ്നങ്ങളുണ്ടോ അവിടെ പ്രവാചകന്മാരെ വിടും. അതാണ് മുഹമ്മദ് നബിയും ക്രിസ്തുവും ശ്രീബുദ്ധനും നമ്മുടെ ഗുരു. രാമനും ക്രിസ്തുവോട് അടിച്ചോണ്ടിരിക്കുക അവിടെ. ആദിവാസികളെ യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനുഷ്യൻ കൈക്കൊള്ളുന്നില്ല. അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ ദൈവം പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ മനുഷ്യൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ഇന്ത്യയിലോ ഈ ലോകത്തോ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. ഇത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഓടുന്നത്. എന്നാ ദൈവത്തിലേക്കിലോട്ട് നമുക്ക് ഡോക്ടറിന്റെ പോലീസ് സ്റ്റേഷനിലോട്ടാണല്ലോ എല്ലാവരും ഓടിച്ചത്. ഇവിടെ ആറ്റുകാൽ രാധാകൃഷ്ണൻ ഓടി മകളെ കാണാൻ ഓടി പോലീസ് സ്റ്റേഷനല്ല, ദൈവം തമ്പുരാന്റെ ഏരിയയിലോട്ടല്ല പോയത്. നമുക്ക് ഡോക്ടറിന്റെ അഭിപ്രായത്തിലേക്കും കൂടെ ആയിക്കോട്ടെ. ഈ ഇദ്ദേഹം പറഞ്ഞ സർവ്വജ്ഞാനിയും സർവ്വവ്യാപ്തിയും ഒക്കെ ആയ ദൈവം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോ ഈ ദൈവത്തിനും തന്നെ മൂടോടെ കട്ടുകൊണ്ടുപോയപ്പോ, ഏറ്റുമാനൂരപ്പനെ അടക്കമുള്ളവരെ കൊണ്ടുപോയപ്പോ ഈ വലിയ പുഴുക്കളായ പോലീസുകാരനെയാണ് കണ്ടുപിടിക്കാൻ പറ്റത്. ദൈവം സർവജ്ഞനും സർവജ്ഞാനിയും ഒക്കെ ആയിരുന്നെങ്കിൽ എടുത്തവരെ ചെറുത്ത് നിർത്താമായിരുന്നു, അല്ലെങ്കിൽ എടുക്കാതിരിക്കേണ്ട സമീപനം സ്വീകരിക്കാമായിരുന്നു. ഈ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതപര്യന്തരമുള്ള പഠനങ്ങളിൽ ദൈവം നിർഗുണനും ദൈവത്തിന് യാവെന്ന് പറഞ്ഞുകൂടാത്തവരും നേരത്തെ കലാസാറ് പറഞ്ഞ പോലെ അദ്ദേഹം ബോധം കെട്ട ഒരവസ്ഥയിലുമാണ്. സമസ്ത ജീവികളിൽ നിന്നും വ്യത്യസ്തനായ യുക്തിബോധമുള്ള ജീവിയത്രയും മനുഷ്യൻ. ചിന്തിക്കുക, കണ്ണും മനസ്സും തുറന്നു വെച്ച് പ്രതികരിക്കുക. ആസൂത്രിതമായ മൗനം കുറ്റകരമാണ്. വാസ്തവം വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.